എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള ഉൾച്ചേർക്കൽ, സമൂഹത്തിലെ ഉൾച്ചേർക്കൽ എന്നത് എല്ലാ കാലത്തും ഏറ്റവും സുപ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പലപ്പോഴും അത് കേവലം ചർച്ചയിലോ അല്ലെങ്കിൽ പല സെഷനുകളിൽ ഒരു സെഷനാക്കി മാത്രം മാറ്റുന്ന, ഇത്തരം വേളകളിൽ ഒരു സെഷനാക്കി മാത്രം മാറ്റി പോകുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇത്തരം ചർച്ചകൾ തന്നെയാണ് എല്ലാ കാലവും എല്ലാതരം മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ പല സമൂഹങ്ങളെ മുഖ്യധാരയിലേക്കും ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു ചർച്ച ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘാടകരെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. അധികം സമയമെടുക്കാതെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് സണ്ണിമാഷിനെ കേൾക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ നേരിട്ട് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ അത്തരം ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും കാലത്തിലായാലും മുന്നേ തന്നെയാണെങ്കിലും നമുക്ക് കേട്ടും കണ്ടും വരുന്ന ഒരു കാര്യമെന്നുള്ളത് സാഹിത്യത്തിൻ്റെ ഒരു ലോകത്ത് പലപ്പോഴും ജാതി എന്നുള്ളൊരു വിഷയത്തിനെ വിമർശിക്കുന്ന ഒരു പ്രവണത എപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത്തരം ഒരു പ്രവണത ഇന്ന് അതിൻ്റെ ഒരു വായനക്കാരിലും എഴുത്തുകാരിലും വളരെയധികം കൂടി വരുന്നൊരു പ്രവണത ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് മാഷ് നോക്കിക്കാണുന്നത്? നമ്മളുടെ ഈ മലയാള സാഹിത്യത്തിൻ്റെ ഭാവനാലോകത്ത് അതിനെ നമ്മൾ കേവലമായ വ്യക്തിപരമായൊരു ഭാവനയായിട്ട്, എഴുത്തുകാരൻ്റെ വ്യക്തിപരമായ ഒരു ഭാവനയായി മനസ്സിലാക്കുകയും അത് ഏറെക്കുറെ നിഷ്കളങ്കമോ എൻ്റെ കർത്താവിന് വളരെ വലിയ നിയന്ത്രണമില്ലാത്തതോ ആയ ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും സാഹിത്യ ഭാവനകളെ, സാഹിത്യ വിമർശനങ്ങളിൽ കോൺസെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അത് യഥാർത്ഥത്തിൽ വളരെ പഴയ ഒരാശയമാണ്. എഴുത്തുകാരന് നിയന്ത്രണമില്ലാത്തതും അയാളുടെ വ്യക്തിപരമായ സർഗശേഷി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കഴിവിൽ നിന്ന് ഉദയം ചെയ്യുന്ന ഒരു കാര്യമാണ് ഭാവന എന്നത് കുറച്ച് പഴയ ഒരു സങ്കല്പമാണ്. പുതിയ സാംസ്കാരിക പഠനങ്ങളിൽ മനുഷ്യൻ്റെ ഇത്തരം ഭാവനകൾ പോലും സാമൂഹികമായി നിർമ്മിതമാണെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാഹിത്യ കൃതികളെ പുതിയ കാലത്ത് പരിശോധിക്കപ്പെടുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഭവങ്ങളെയല്ല, അഭാവങ്ങളെ മുൻനിർത്തിയുള്ള പഠനങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഒരു സാഹിത്യത്തിൽ സന്നിഹിതമായിരിക്കുന്ന, ഒരു കൃതിയിൽ സന്നിഹിതമായിരിക്കുന്ന കഥാപാത്രങ്ങൾ, സന്ദർഭങ്ങൾ എന്നിവയെ മുൻനിർത്തി പഠിക്കുന്നതിനപ്പുറം അതിൽ അസന്നിഹിതമായിരിക്കുന്നത് എന്ത് എന്നന്വേഷിക്കുന്ന പുതിയൊരു പഠന മാതൃക നമ്മുടെ സാഹിത്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ അസന്നിഹിതമായ അവസ്ഥ, സന്നിഹിതമല്ലാത്ത അവസ്ഥ എഴുത്തുകാരൻ ബോധപൂർവം നിർമ്മിക്കുന്നതാണെന്ന് നമുക്ക് ആരോപിക്കാനൊന്നും പറ്റില്ല. മറിച്ച് അത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു അബോധത്തിലെ നിർമ്മിതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങൾ സന്നിഹിതമാവില്ല. സന്നിഹിതമായാൽ തന്നെ അത് ഒട്ടും നോർമലായിരിക്കില്ല. അപ്പം ഒരു സമൂഹത്തിനകത്ത് ഒരു കാര്യം നോർമലാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ സമൂഹം പ്രബലമായി കൊണ്ട് നടക്കുന്ന വ്യവഹാര മാതൃകയാണ്. അതിലെ സംവാദമെന്നോ സംഭാഷണമെന്നോ ഒക്കെ പറയുന്ന പ്രസ്താവനകളുടെ രൂപത്തിലുള്ള, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന അനേകായിരം പ്രസ്താവനകൾ ഈ ഒരു വ്യവഹാര മണ്ഡലത്തിലാണ് നടക്കുന്നത്. ഈ വ്യവഹാര മണ്ഡലമാണ്, അതിൻ്റെ യുക്തിയാണ് ഒരെണ്ണം ഒരു കാര്യം നോർമലാണോ അബ്നോർമലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു കാര്യം സുന്ദരമാണോ അസുന്ദരമാണോ എന്ന് തീരുമാനിക്കുന്നതും ഈ വ്യവഹാരമാണ്. ഈ വ്യവഹാരം വെറുതെ ഒരു ഭാഷാപ്രയോഗമല്ല, അതൊരധികാരപ്രയോഗം കൂടിയാണ്. അങ്ങനെ ജ്ഞാനവും അധികാരവും ഒന്ന് തന്നെ പരസ്പരം പൂരകമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് ലോകമെമ്പാടുമുള്ളത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകത
ജ്ഞാനവും അധികാരവും പൂരകമായിരിക്കുന്നത് റിച്വലിസ്റ്റിക്കായിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. റിച്വലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് അഴിച്ച് പണിയൽ അത്ര എളുപ്പമല്ല. കാരണം ഇത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ഈ അധികാരവും വ്യവഹാരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് നമ്മളൊരു ഫിലോസഫിക്കലി തത്വചിന്താപരമായി ന്യായീകരണമുള്ള ഒരു റിച്വലിനകത്താണ് നമ്മുടെ നോളജ് പ്രവർത്തിക്കുന്നത്. നമ്മൾ നേടുന്നൊരു അതുകൊണ്ട് ഈ എക്സ്ക്ലൂഷൻ എന്നത്, ഈ അസന്നിഹിതമെന്നത് നമുക്ക് വളരെ സ്വാഭാവികമായി തോന്നുന്നൊരു കാര്യമാണ്. നമ്മൾ എഴുതുന്ന നോവലിൽ ഇപ്പോൾ ഒരു പക്ഷേ ഒരു സാഹിത്യ കൃതിയിൽ എന്തുകൊണ്ടാണ് ചില വിഭാഗങ്ങൾ, ചില ആൾക്കാർ അസന്നിഹിതമായിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ തന്നെ അവർ മൗനികളായിരിക്കുന്നത് എന്തുകൊണ്ട്? ഇനി അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ സന്ദർഭത്തിൽ മാത്രം അവർ സംസാരിക്കുന്നത് എന്തുകൊണ്ട്? എന്നീ ചോദ്യങ്ങൾ സംഗതമല്ല എന്ന പ്രബലമായൊരു വാദം കേരളത്തിലുണ്ടായിരുന്നു. അതിനകത്തുള്ള കാര്യം പറഞ്ഞാൽ മതി, അതിനകത്തില്ലാത്ത കാര്യം പറയുന്നത് ശരിയല്ല. ഇങ്ങനൊരു വാദം നേരത്തെ ഉണ്ടായി, ഇപ്പോൾ ആരും അങ്ങനെ ആ വാദം ഉന്നയിക്കാറില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ നമ്മുടെ സാഹിത്യ രൂപത്തിലെ ഈ എക്സ്ക്ലൂഷണറി മെക്കാനിസം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പുറത്തേക്ക് പോകാൻ നിർബന്ധിക്കപ്പെടുന്നൊരു വ്യവഹാരം നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം. അപ്പോൾ അതല്ലാതെ സാഹിത്യകാരൻ പ്രത്യേകിച്ച് ഇന്ന ആൾക്കാർ മതി, ഇന്നവരുടെ ജീവിതം മതി എന്നൊന്നും മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ല, നമ്മളങ്ങനെ കാണണ്ട. പക്ഷെ ചില ജീവിതങ്ങൾ ആഖ്യാനം ചെയ്യപ്പെടുമ്പോൾ മറ്റ് ചില ജീവിതങ്ങൾ ഉപഗ്രഹ രൂപത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുക. ഈ ഉപഗ്രഹ നിർമ്മിതി ആണ് ഈ എക്സ്ക്ലൂഷൻ്റെ ഒരു മെക്കാനിസം എന്ന്. നേരത്തെ അത് കാണാതിരിക്കുക, പിന്നീട് കാണുന്നത് അത് അബ്നോർമലായിരിക്കുക, കാണുന്നവർ അബ്നോർമലായിരിക്കുക. മൂന്നാമത്തത് പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഉപഗ്രഹങ്ങളായി മാത്രം പ്രത്യക്ഷപ്പെടുക. ഒരിക്കലും ഒരു സബ്ജക്റ്റായി പ്രത്യക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ആ കൃതിക്കകത്ത് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ പുതിയ സാഹിത്യ വിമർശനത്തിൽ കേവലമായി ചില വിഭാഗങ്ങളുടെ കാര്യം പറയുന്നില്ല എന്നുള്ള വാദമില്ല യഥാർത്ഥത്തിൽ. ആ കൃതിയുടെ പ്രകൃതം തന്നെ എക്സ്ക്ലൂഷനെ നിരന്തരം റിപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വിമർശനത്തിൻ്റെ കാതലെന്ന് പറയും. നമുക്ക് ആ നിലക്ക് നമ്മുടെ സാഹിത്യത്തെയും ചരിത്രത്തെയും സാമൂഹ്യശാസ്ത്രത്തെയും ഒക്കെ സമീപിക്കേണ്ടി വരും. അപ്പോൾ സാഹിത്യം കുറച്ച് പവിത്രമായ ഒരു മേഖലയാണെന്നുള്ള പഴയ സങ്കല്പത്തിൽ നിന്നാൽ ഞാനീ പറയുന്ന ആർഗ്യുമെൻ്റ് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് തികച്ചും അപരിചിതവും അപകടം പിടിച്ചതും. ഈ അപകടം പിടിച്ച ഒരു ആർഗ്യുമെൻ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോർമലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോർമലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ? നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സർവ്വലൗകിക സത്യമായതുകൊണ്ടല്ല അത് നോർമലായിരിക്കുന്നത്. മറിച്ച് നമ്മുടെ അധികാരം അതിനെ സാങ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ അധികാരം എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച ഒരു റിപ്രസീവ് മെഷറായിട്ട് മാത്രം നമ്മൾ കാണരുത്. അങ്ങനെ കണ്ടാൽ ഈ പറയുന്ന കാര്യമേ മനസ്സിലാവില്ല. ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ഒരു ഒപ്രസീവ് മെഷറായിട്ട് മാത്രം അധികാരം പ്രവർത്തിക്കുന്നില്ല. അധികാരം യഥാർത്ഥത്തിൽ റിലേഷണലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യബന്ധങ്ങൾക്കകത്താണ് അധികാരം യഥാർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അധികാരം പ്രയോഗിക്കപ്പെടുന്നൊരു സമൂഹത്തിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോർമലാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ റിലേഷൻസ് നിലനിൽക്കുന്ന ആ പവർ റിലേഷന് അത് സ്വീകാര്യമാണോ എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട ഒരു വിമർശനം. അതുകൊണ്ട് ജാതി വിമർശനങ്ങൾ അബ്നോർമലായ എന്തോ ഒരു നോളജായിട്ടാണ് മലയാളി സമൂഹം മനസ്സിലാക്കുന്നത്. ആവശ്യമില്ലാത്ത, അനാവശ്യമായ, മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന, മനുഷ്യരെ ഉപേക്ഷിക്കേണ്ട സാധനത്തെ ഓർമ്മപ്പെടുത്തുന്ന അനാവശ്യമായ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒരു സമാഹാരമായിട്ടാണ് കാസ്റ്റ് ക്രിട്ടിക്കിനെ, ജാതി വിമർശനത്തെ മലയാളി സമൂഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ജാതി വിമർശനം പറയുന്നവർ അപകടകാരികളും കുഴപ്പക്കാരുമായി നമ്മളുടെ വ്യവഹാരത്തിന് പുറത്ത് നിൽക്കാൻ ബാധ്യസ്ഥമാവുകയാണ്. അതാണ് അതിൻ്റെ യുക്തി. അപ്പോൾ ഇത് അബ്നോർമൽ അല്ല എന്നാണ് ഞാൻ പറയുന്ന വാദം. ഈ പവർ റിലേഷനകത്ത് ഈ പവർ റിലേഷനെ റീമേക്ക് ചെയ്യുന്ന, പുനർനിർമ്മിക്കുന്ന ഒരു ബലപ്രയോഗമായിട്ടാണ് ഈ വിമർശനത്തെ നമ്മൾ കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ മാത്രമേ കാസ്റ്റ് ക്രിട്ടിക്, ജാതി വിമർശമെന്നത് അബ്നോർമൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നോട് നിങ്ങൾക്കറിയാം, എന്നെക്കുറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുള്ള പ്രബലമായ ധാരണകൾ ഉള്ളത് ഈ അനാവശ്യമായ കാര്യങ്ങൾ പറയുന്ന ആളെന്നാണ്, പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ആൾ, ഇപ്പം ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആൾ. ദാറ്റ് മീൻസ് ഐ ആം നോട്ട് എ നോർമൽ എന്നതിൻ്റെ അർത്ഥം. ഇൻ്റലക്ച്വലി സണ്ണി ഈസ് നോട്ട് എ നോർമൽ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഈ നോർമൽ, അബ്നോർമൽ എന്ന കാറ്റഗറികൾ നോളജിനകത്ത് വരുന്നത് ഒരു അധികാരപ്രയോഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ജാതി വിമർശനത്തെ ജാതി വിമർശനത്തിലൂടെ രൂപപ്പെട്ടു വന്ന വിജ്ഞാനം പുറത്ത് നിൽക്കുന്ന എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടത്തുള്ളൂ. ഇപ്പം മാഷ് പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നത്, ഈ വളരെ റീസെൻ്റായിട്ട് പൊയ്കയിലപ്പച്ചനെ പോലെയുള്ള ആൾക്കാരുടെ ഒക്കെ തന്നെ വർക്ക്സിന് വലിയ രീതിയിലുള്ള അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ഈ നേരത്തെ സെഷനിൽ അവസാനം പറഞ്ഞ സോഷ്യൽ മീഡിയയിലടക്കം വളരെ വലിയ രീതിയിൽ അവരുടെ കവിതകളൊക്കെ തന്നെ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്നുള്ളത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത ചോദ്യം അതിലേക്ക് തന്നെയാണ് വരുന്നതും. ഇപ്പം വളരെ റീസെൻ്റായിട്ടാണ് കണ്ണൂർ ഡെൻ്റൽ കോളേജിൽ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണം ഉണ്ടായിട്ടുണ്ടായിരുന്നതും അത് ജാതീയമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കാരണമാണ് ആ വിദ്യാർത്ഥി മരിച്ചിട്ടുള്ളതെന്നൊക്കെ തന്നെ പുറത്തു വരുമ്പോഴും വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും പൊളിറ്റിക്കലും നോൺ പൊളിറ്റിക്കലും ഒക്കെ തന്നെ ആയിട്ടുള്ള ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടാകുമ്പോഴും അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്തുകൊണ്ടൊക്കെയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ സർക്കാരാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള സർക്കാരാണെങ്കിലും ഒക്കെ തന്നെ അതിനെ മറക്കുന്ന പോലെയും, അല്ലെങ്കിൽ പൊതുസമൂഹമാണെങ്കിലും അതിനെ മറക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഇപ്പം ഒരു ഡിസ്കോഴ്സ് തന്നെ ഇല്ലാണ്ടാവുന്ന രീതിയിലാണ്. എന്തുകൊണ്ടാണ് ഇത് ആദ്യത്തെയല്ല, നിരന്തരമായിട്ടും കേരളത്തിനകത്തും കേരളത്തിൻ്റെ പുറത്തും ഇത്തരത്തിലുള്ള നിരവധി വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള മർഡേഴ്സ്, അതിനെ നമുക്ക് അങ്ങനെയാണ് കുറച്ചുകൂടെ വിളിക്കാൻ കഴിയുന്നത്. അപ്പം അത്തരം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള മർഡേഴ്സ് നിരന്തരം ഉണ്ടാവുമ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചിലേക്ക് ഇത്തരം പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുകളും പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളും അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു മനസ്സിലാക്കലുള്ളത്. എന്താണ് മാഷിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ നിൽക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഒരു ദന്തൽ കോളേജ്, ആ ദന്തൽ കോളേജിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി അവർ പറയുന്നതിന് പ്രകാരം 4ാം നിലയിൽ നിന്ന് ചാടി മരിക്കുന്നു. എന്താണ് കാരണം എന്നത് പോലീസ് അന്വേഷിച്ചിട്ട് പല കഥകൾ പറയുന്നുണ്ടെങ്കിലും ഇത്തരമൊരു സംഭവം, അത് ജാതിയാവട്ടെ, ജെൻഡറാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, ഇനി അധ്യാപകർ സൈക്കോപാത്തുകളായതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാവട്ടെ, എന്തും ആവട്ടെ, ഇത്തരമൊരു വിദ്യാർത്ഥി ഒരു ഭാവിയിലെ വാഗ്ദാനമായിട്ടുള്ള ഒരു ഡോക്ടറായി തീരേണ്ട ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തോ അല്ലെ കൊല്ലപ്പെടുകയോ ചെയ്ത ഒരു സാഹചര്യത്തെ എന്തുകൊണ്ടാണ് നോർമലായി മലയാളി സമൂഹം എടുക്കാതെ പോയത്? അതിന് തീരുമാനമുണ്ടാക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? നിർബന്ധിക്കാത്തതിന് കാരണങ്ങളുണ്ട്.
അത് ഞാൻ അതിൻ്റെ കാരണം ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രധാനമായും ഈ എക്സ്ക്ലൂഷണറി മെക്കാനിസമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ പറയുക. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരു മധ്യമ ജാതിക്ക് മുകളിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഇതേ വിധം കൊല്ലപ്പെടുന്നതെങ്കിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ പ്രതികരണം ഇതായിരിക്കില്ല. അതിൻ്റെ കാരണം ആ കൊല്ലപ്പെടുന്ന ആളിൻ്റെ സ്റ്റാറ്റസ്, സോഷ്യോ കൾച്ചറൽ സ്റ്റാറ്റസ്, നമ്മളുടെ വ്യവഹാരങ്ങളെ, നമ്മളുടെ മനോനിലയെ, നമ്മളുടെ വികാരങ്ങളെ, നമ്മളുടെ മാനുഷികമായ ഭാവങ്ങളെ ഏതൊക്കെയോ തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ സമ്മതിച്ചു തരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നമുക്കൊരു പ്രശ്നമല്ലാതായി മാറുന്നത്. മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായി ഇനിയൊരു വിദ്യാർത്ഥി ഇങ്ങനെ മരിക്കാൻ പാടില്ല എന്ന് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ നമ്മൾ വിചാരിക്കുന്ന കേവലമായ നമ്മുടെ മാനവിക ഭാവങ്ങൾ, നമ്മുടെ മാനുഷികമായ ഉള്ളടക്കം യഥാർത്ഥത്തിൽ ഈ പവർ റിലേഷനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അതിനകത്ത് ഉണ്ട്. നിതിൻ രാജിൻ്റെ ക്വസ്റ്റ്യനിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. എന്നാൽ അത് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാസ്റ്റ് അവിടെ ചെന്നപ്പോൾ മുതലേ പയ്യനെ ജാതി വിളിച്ച് ആക്ഷേപിച്ച് അങ്ങനെയല്ല. കാസ്റ്റ് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അവൻ്റെ ബ്ലാക്ക് ബോഡി, ബ്ലാക്ക് കളർ വലിയ രീതിയിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ അച്ഛനമ്മമാർ കൂലിപ്പണിക്കാരാണ് എന്നതും വലിയ രീതിയിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ SC വിഭാഗത്തിൽ വന്ന ഒരാളാണ് എന്നതും ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ അടുത്ത് പണമില്ല എന്ന കാര്യത്തിലും ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടിയെ സിക്ക് റൂമിലാണ് താമസിപ്പിച്ചുകൊണ്ടിരുന്നത് നിതിൻ രാജ്. സിക്ക് റൂം എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് അസുഖം വരുമ്പോൾ താമസിപ്പിക്കുന്ന മുറിയാണ്. ഹോസ്റ്റലിൽ സൗകര്യമുണ്ടായിരിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു പീഡനം? ഒരു വിദ്യാർത്ഥിക്ക് സ്വാഭാവികമായും മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും അതാരോടും ആവട്ടെ ചെയ്യരുതാത്ത കാര്യം, അതും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനിപ്പിക്കേണ്ട മലയാളി സമൂഹത്തിൽ സംഭവിക്കരുതാത്ത ഒരു കാര്യമായി നമുക്ക് പെട്ടെന്ന് തോന്നാത്ത എന്തുകൊണ്ടാണ്? നമുക്കെന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഏജൻസികൾക്ക്, അത് രാഷ്ട്രീയ പാർട്ടികളാവാം, സാംസ്കാരിക സംഘടനകളാവാം, സാംസ്കാരിക നേതൃത്വം സ്വയം അവകാശപ്പെടുന്ന എഴുത്തുകാരാവാം, ഇവർക്കൊക്കെ തോന്നാതെ പോകുന്ന എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, അതിനകത്ത് ഈ കാസ്റ്റ് റിലേഷൻസിന് വലിയ പ്രാധാന്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. ഞാൻ പറയുന്നത് ഈ പറയുന്ന നിതിൻ രാജിന് വേണ്ടിയുള്ള വാദം, അതിനുവേണ്ടി വാദം ഉന്നയിക്കേണ്ട ഒരാവശ്യമുണ്ട്. നിതിൻ രാജിനെ പോലുള്ളവർക്ക് വേണ്ടി വാദിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ യഥാർത്ഥം വിചാരിക്കുന്നില്ല. നമ്മളത് തുറന്ന് സമ്മതിക്കണം. ഇത് ഇന്ത്യയിലെമ്പാടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കനുസരിച്ച് ഒരു മണിക്കൂറിൽ ഒരു ദിവസം 12 ദലിത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ടെന്നോ 12 24 അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട്. ദലിത് സ്ത്രീകളാണ്. ഭീകരമായൊരു നാടാണ് നമ്മുടേത്. അപ്പോൾ അവിടെ നമ്മളെപ്പോലുള്ള ഒരു സമൂഹത്തിന് നമ്മുടെ കൺമുന്നിലുണ്ടാകുന്ന ഒരു അതിക്രമം പാടില്ല എന്ന് പറയാനുള്ള ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ നിറവേറ്റാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ദളിത് സംഘടനകളും ആദിവാസി സംഘടനകളും സമരത്തിലേക്ക് ഇറങ്ങി. നോക്കണം, ആരും മിണ്ടാതിരുന്നപ്പോൾ ഇവർ സമരത്തിലേക്ക് വന്നു. ഇവർ സമരത്തിലേക്ക് വന്നപ്പോൾ തന്നെ അതിലൊരു വർഗീയതയുണ്ടോ എന്നുള്ള സംശയം നമുക്ക് തോന്നി. അങ്ങനെ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ സമരത്തിലേക്ക് വന്നു. ആ സമരത്തിലേക്ക് വന്നപ്പോൾ ആ സമരം ഭീകരമായ എന്തോ അക്രമമാണെന്നാണ് മീഡിയ
സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഞാൻ ആ സമരസമിതിയുടെ ഹർത്താൽ പ്രഖ്യാപിച്ച സമിതിയുടെ ജനറൽ കൺവീനറാണ്. അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളെന്നുള്ള നിലയിലാണ് പറഞ്ഞു. അപ്പോൾ അതിനു മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ സംഘടിക്കുന്നില്ല, ഇവർ സംഘടിച്ചൊരു കാര്യവും ചെയ്യത്തില്ല, അതുകൊണ്ട് അവരുടെ അവകാശമൊന്നും സ്ഥാപിക്കാൻ അവർക്ക് പറ്റുന്നില്ല. സംഘടിച്ച് ഞങ്ങളൊരു ഹർത്താൽ, ഒരു സമരം ചെയ്തപ്പം ഞങ്ങൾ ആക്രമണകാരികളാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അബ്നോർമലാണെന്ന് സ്ഥാപിക്കുന്നൊരു യുക്തി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കാണണം, മനസ്സിലാക്കണം. അത് തിരുത്തപ്പെടേണ്ടതാണ്. ഈ എന്തുകൊണ്ടാണ് സിസ്റ്റമിക്കായിട്ടൊരു ചേഞ്ച് ഉണ്ടാവാത്തത്? ഒത്തിരി മരണങ്ങൾ ഇന്ത്യയിലെമ്പാടും നടന്നിട്ട് സിസ്റ്റമിക്കായിട്ടൊരു ചേഞ്ച് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത്തരം മരണങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളികൾ ഉണ്ടാകുകയും നിയമം നിർമ്മിക്കാനുള്ള ശുപാർശ ഉണ്ടാവുകയും UGC തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ കോടതിയിൽ ഇടപെട്ട് തടഞ്ഞൊരു സമൂഹമാണ് നമ്മുടേത്. സുപ്രീം കോടതിയിൽ ഇടപെട്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ ഇതിനകത്ത് പരിശ്രമം ഇല്ലാത്തതുകൊണ്ടല്ല, പരിശ്രമങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാനിവിടെ ഒരു ബ്ലാക്ക് റൈറ്റർ പറയുന്ന ഒരു വാചകമുണ്ട്, ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ എന്നെ കാണാത്തത്, നിങ്ങൾ മനഃപൂർവ്വം എന്നെ കാണാതിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ കാര്യം. ഞാനിവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണിയല്ല, നോക്കിയല്ല ഇങ്ങോട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ വലിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ പരിശ്രമങ്ങൾ നമ്മുടെ സിസ്റ്റത്തെ സ്വാധീനിക്കാൻ മാത്രം ഫോഴ്സ്ഫുള്ളല്ല. അപ്പോൾ സംഘടിച്ച് ചെയ്താലും സംഘടിക്കാതെ ചെയ്താലും, നോളജ് ബേസ് ചെയ്താലും വൈകാരികമായി ചെയ്താലും ഇത് സ്റ്റേറ്റ് സിസ്റ്റത്തെ അത് ബാധിക്കുന്നില്ല. ഇപ്പോൾ സ്റ്റേറ്റ് സിസ്റ്റത്തിനകത്തേക്കൊരു എൻട്രി സാധ്യമല്ലാതാവുക, അതൊരടഞ്ഞ അധികാര വ്യവസ്ഥ എന്ന നിലക്ക് അതൊരടഞ്ഞ വ്യവസ്ഥയായി വരിക. ഈ അടഞ്ഞ വ്യവസ്ഥയായി വരിക എന്ന് പറഞ്ഞാൽ പ്രബലമായ കമ്മ്യൂണിറ്റികൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു അടഞ്ഞ വ്യവസ്ഥയായിട്ടാണ് അധികാരം എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലാകുമ്പോൾ അത് കാസ്റ്റ് കമ്മ്യൂണിറ്റിയും അതോടൊപ്പം തന്നെ ക്ലാസ്സുമാണ്, സമ്പന്ന വർഗങ്ങൾ കൂടിയാണ്. മറ്റു പല സ്ഥലത്തും സമ്പന്ന വർഗമായിരിക്കാം. എന്തായാലും ഈ സിസ്റ്റം എന്നത്, ആ സിസ്റ്റത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ കഴിയുന്ന വിധം നമ്മൾ പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, അതിനകത്തേക്ക് എൻട്രി ഇല്ല. ആ എൻട്രി ഇവിടെ തടയപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഒരു ജനാധിപത്യത്തിൻ്റെ, നമ്മൾ സമൂഹം ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ടതിൻ്റെ, നമ്മുടെ സിസ്റ്റം ഗവർണൻസ് അത് ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. അപ്പം നിതിൻ രാജിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായി, ഇവിടെ സമരം ചെയ്തു, കാര്യങ്ങളെല്ലാം നടന്നിട്ട് സിസ്റ്റമിക് ചേഞ്ച് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കുറ്റം കൂടി ഇനി ദളിതരുടെ തല കെട്ടിവെക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രകൃതമാണത്. ഇവൻ ഇത് പറഞ്ഞാൽ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ സിസ്റ്റമിക്കായിട്ടുള്ളൊരു ചേഞ്ച് മാത്രമല്ല, ഈ നമ്മുടെ ജൂറിസ്പ്രൂഡൻസും ഈ ക്വസ്റ്റ്യനും തമ്മിലൊരു അകലമുണ്ട്. ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത്. നമ്മുടെ നിയമം അനുസരിച്ച് നമുക്ക് മറ്റൊരാളോട് ജാതി വിവേചനം കാണിച്ചു എന്നെങ്ങനെ തെളിയിക്കാൻ പറ്റും? തെളിയിക്കാൻ പറ്റണമെങ്കിൽ അയാൾ പരസ്യമായി ജാതി വിളിച്ച് ചീത്ത പറഞ്ഞ് ജാതി വിളിച്ച് തല്ലിക്കൊല്ലണം. അപ്പോൾ ജാതി വിളിച്ചത് കേട്ട ഒരാൾ ഉണ്ടാവണം. ജാതി കൊണ്ടാണ് നിന്നെ ഞാൻ തല്ലിക്കൊല്ലുന്നതെന്ന് കുടിപ്പുള്ളി പറഞ്ഞാൽ ഏറ്റുകൊടുക്കും. ഇത് പറയാതെ കൊന്നാൽ തെളിയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യം ഇത് പറയുന്നില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കിയാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് അവനെ പിടിക്കാൻ പറ്റില്ല. ഇൻറ്റൻഷൻ ഓഫ് കില്ലിങ് തെളിയിക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ വലിയൊരു വിടവുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ കല്ലറ പഞ്ചായത്ത് ദുരൂഹ മരണങ്ങൾ നടക്കുക. അതിനകത്ത് 5 വർഷത്തെ ദുരൂഹ മരണങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എടുത്ത് നോക്കുക. മരിക്കുന്നവർ മുഴുവനും ഈ പുറന്തള്ളപ്പെട്ട ദുർബല വിഭാഗത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ അവർക്കെതിരെ അവിടെ ഒരു
കാര്യം നടക്കുന്നുണ്ടെന്ന് എത്തിച്ചേരാനേ, ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനേ നമുക്ക് പറ്റും. അപ്പോൾ ഇത് തെളിയിക്കാൻ പറ്റില്ല. റാം ഇയാളോട് ജാതീയമായി പെരുമാറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നൊരു ഉത്തരം, റാം എല്ലാവരോടും ഇങ്ങനെ പെരുമാറിയെന്നാണ്. ഇത് ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന ഒന്നാം പ്രതി ഉണ്ടല്ലോ, പുള്ളി എല്ലാ കുട്ടികളോടും ഇങ്ങനെ പെരുമാറിയേ. അപ്പോൾ ഇവനോട് പ്രത്യേകിച്ച് പെരുമാറിയതല്ല. അപ്പോൾ അത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണെന്ന് പറയാൻ പറ്റില്ല. നോക്കണം എങ്ങനെയാണ് നമ്മുടെ ഒരു യുക്തി കാര്യങ്ങളെ ഇങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ ഡിസ്മാൻഡിൽ ചെയ്യുന്നെന്ന്. അപ്പോൾ ഇത്രയും സങ്കീർണമാണ് ഇത്. ആരുടെയെങ്കിലും പ്രത്യേകമായ താല്പര്യമോ താല്പര്യരാഹിത്യത്തിൻ്റെയോ പ്രശ്നമല്ല. നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നമായി വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഈ പറയുന്ന സിസ്റ്റമിക് ചേഞ്ചിന് കഴിയാതെ പോകുന്നത്. ഇപ്പം മാഷ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ നമുക്ക് ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്, കേരളത്തിൻ്റെ പകുതി, കേരളം വളരെ പുരോഗമനമുള്ളൊരു നാടാണ്, കേരള നമ്പർ 1 ആണ് എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത്. കേരളത്തിൻ്റെ പകുതി നമ്പർ 1 അല്ലാത്ത, പുരോഗമനമില്ലാത്ത തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ ആണ് ആദ്യമായിട്ട് രോഹിത് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പലയിടങ്ങളിൽ രോഹിത് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ കേരള സമൂഹം ഒരിക്കലും രോഹിത് ആക്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കണം എന്നുള്ളൊരു ചർച്ച മുഖ്യധാരയിലേക്ക് വന്നിട്ടില്ല. ഈ ഒരു ചർച്ച മാധ്യമങ്ങൾ കൊണ്ടുപോകുമ്പോഴും രോഹിത് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഒന്നും തന്നെ ഉന്നയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെ പെട്ടെന്നാണ് ഈ നിതിൻ രാജ് ഓൺലൈൻ ലോൺ ആപ്പിൻ്റെ ഒരു ഇരയാണെന്നുള്ള മറ്റൊരു ഡിസ്കോഴ്സ് പാരലായിട്ട് വരികയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഈ ഒരു ഡിസ്കോഴ്സ് തന്നെ വേറെ ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ്, ഈ ഡിസ്കോഴ്സ് മാറ്റത്തിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? അത് നമ്മൾ ഈ ലോൺ ആപ്പിൻ്റെ കഥയല്ലത്, നമ്മളങ്ങനെയല്ല എടുക്കേണ്ടത്. ഈ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി ഒരു കുറ്റവാളിയാണെന്ന് സ്ഥാപിച്ചെടുക്കലാണ് ഈ ലോൺ ആപ്പിൻ്റെ കഥയിലൂടെ സംഭവിക്കുന്നത്. കൊല്ലപ്പെട്ട വിദ്യാർത്ഥി അവൻ അത്ര നല്ലവനൊന്നും അല്ലെന്നാണ്. ഇതാണ് അതിൻ്റെ ആ നിഗമനത്തിലേക്ക് എത്താനാണ് ഈ ലോൺ ആപ്പിൻ്റെ കഥ അവൻ്റെ മരണവുമായി ബന്ധിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ദളിതർ അപമാനിക്കപ്പെടുക ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചാലും അപമാനിക്കപ്പെടും. നമ്മൾ പഠിക്കേണ്ട പാഠം അതാ. ചെറുക്കൻ പയ്യൻ മരിച്ചുപോയി, അവനോടൊരു നീതി അതുപോലും നമുക്ക് തോന്നത്തില്ല. മറിച്ച് പോലീസ് ഒരു വലിയ കഥയായിട്ട് വന്നിട്ട് നമ്മൾ വിശ്വസിപ്പിക്കുക അവനത്ര നല്ലവനൊന്നും അല്ലെന്ന് സമൂഹത്തോട് നിരന്തരം പറഞ്ഞ് അവനെ ഒരു കുറ്റവാളിയാക്കി മാറ്റുന്ന ഒരു സംഗതിയാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ കുറ്റവാളിവൽക്കരണം, ക്രിമിനലൈസേഷൻ ഓഫ് ഡൗൺ ട്രോഡൻ എന്ന് പറയുന്ന കാസ്റ്റിൻ്റെ മൗലികമായ പ്രവർത്തനങ്ങളിലൊന്നാണ്. അതാണ് ഈ പെർഫോമൻസ് റൈറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഗതി. അതാണ് ഈ കാസ്റ്റിൻ്റെ മൗലികമായൊരു പ്രവർത്തനം കീഴ്ത്തട്ടിനെ ക്രിമിനലൈസ് ചെയ്ത് അബ്നോർമലൈസ് ചെയ്ത് നിലനിർത്തുക എന്നതാണ്. അപ്പോൾ അയാൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമൂഹം കൊടുത്തിട്ടുള്ള സ്പേസിൽ മാത്രം നിന്നാൽ അവൻ പുണ്യവാനാവുകയും സമൂഹം അംഗീകരിക്കാത്ത സ്ഥലത്തേക്ക് കടന്നിരുന്നാൽ അവൻ കുറ്റവാളിയാകുകയും ചെയ്യുന്ന ഒരു ബോധ്യമാണ് കാസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് മാറി സഞ്ചരിച്ചാൽ സമൂഹം പെട്ടെന്ന് അങ്ങോട്ട് വിജിലൻ്റ് ആവും. അവളങ്ങനെ പോകുന്നത് ശരിയല്ല. അവളുടെ ഭർത്താവിന് പ്രശ്നമില്ലായിരിക്കും, അവളുടെ വീട്ടുകാർക്ക് പ്രശ്നമില്ലായിരിക്കും, അവളുടെ മക്കൾക്കും പ്രശ്നമില്ലായിരിക്കും. പക്ഷേ അയലോകാരെ സമ്മതിക്കില്ല. അതാണ് പാട്രിയാർക്കിയുടെ ഒരു രീതി. അത് തീരെ ശരിയല്ലെന്നാണ് പറയണത്. അങ്ങനെ പറഞ്ഞ് അവരെ അവസാനം കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ ഈ കാസ്റ്റ് മെക്കാനിസം, ഈ കീഴ്ത്തട്ടിൻ്റെ പ്രവർത്തനങ്ങൾ, അത് എന്തായാലും അത് മോശമാണ്, ചീത്തയാണെന്ന് സ്ഥാപിക്കുന്നൊരു യുക്തിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഹർത്താലിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം, നിങ്ങൾക്കാരാണ് വഴി തടയാൻ അവകാശം തന്നതെന്ന്.
ഒത്തിരി സ്ഥലത്ത് ഇവർ കേട്ട ഹർത്താൽ നടത്തിയവർ കേട്ട ഒരു നിങ്ങൾക്കാരാണ് അധികാരം? നിങ്ങളാരാ ഹർത്താൽ നടത്താൻ? ഹു ആർ യു ടു പെർഫോം? അതാ ചോദ്യം. ഇത് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കോട്ടെ, കോൺഗ്രസ് നടത്തിക്കോട്ടെ, പാർട്ടികളൊക്കെ നടത്തിക്കോട്ടെ, നിങ്ങൾക്കാരാണ്? നിങ്ങളതിന് വളർന്നോ? ഈ സമൂഹത്തെ വഴി തടയാൻ മാത്രം നീ വളർന്നോ? ഇതാ ചോദ്യം. ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നൊരു ഹിംസയുണ്ട്. അതായത് ഒരു പൗരനെന്ന നിലയിൽ എൻ്റെ അവകാശം ലംഘിക്കപ്പെട്ടപ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള എൻ്റെ റൈറ്റാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇങ്ങനെ പെർഫോമിംഗ് റൈറ്റിനെയാണ് കാസ്റ്റ് എപ്പോഴും ചോദ്യം ചെയ്ത് ക്രിമിനൽ സംഭവമാക്കി നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുവദനീയ സ്പേസിനപ്പുറം ഞാൻ ചെയ്യുന്ന പെർഫോമൻസൊക്കെ എൻ്റെ അഹങ്കാരമായിട്ടാണ് സമൂഹത്തിന് മനസ്സിലാവുക. സമൂഹത്തിലെ ഇൻഡിവിജ്വലിൻ്റെ കുറ്റമല്ലത്, സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പോൾ ഈ പാലക്കാടുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ആദിവാസി വിഭാഗത്തിൽ നിന്ന് IAS കിട്ടിയ കുട്ടി സബ് കളക്ടറാണ്. സബ് കളക്ടറെ കാണാൻ ഇദ്ദേഹം പോയി. ഇദ്ദേഹം ദീർഘകാലമായി സാമൂഹിക പ്രവർത്തകനാണ്. സബ് കളക്ടറെ കാണാനായിട്ട് അദ്ദേഹം അവിടെ ചെന്ന് ആദിവാസികളുടെ കാര്യം പറയാനാണ് ചെന്നത്. ചെന്നപ്പോൾ അവർ കാര്യമായി ചെവി തന്നില്ല, കാര്യമായി ശ്രദ്ധിച്ചില്ല. ഒക്കെ ഭയങ്കര അഹങ്കാരമാണെന്നൊക്കെ എന്നെ ഫോൺ ചെയ്ത് പറയുണ്ടായി. അപ്പോൾ ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ അവിടെ പോയത് ആരെ കാണാനായിട്ടാണ്? നമ്മുടെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് IAS കിട്ടിയ ആ കുട്ടിയുണ്ടല്ലോ. അതെ. ഞാൻ പറയും, ഓക്കെ, അല്ല നിങ്ങളവിടെ ആരെയാണ് കാണാൻ പോയത്? അല്ല, ആ ദിവ്യെന്നോ അങ്ങനെ ഒരു പേര് പുള്ളി പറയുന്നു. അല്ല, നിങ്ങളവിടെ ആരെയാണ് കാണാൻ പോയതെന്ന് വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുന്നുണ്ട്. ഇയാളവിടെ പോകുന്നത് സബ് കളക്ടറെ കാണാനാണ് പോകുന്നത്, ആദിവാസിയെ കാണാനല്ല. അത് പോകുന്നവന് മനസ്സിലാവുന്നില്ല. അവിടെ സബ് കളക്ടറുടെ കസേരയിൽ ഇരിക്കുന്നത് ഒരു ആദിവാസിയായിട്ട് അവന് ഫീൽ ചെയ്യുന്നുള്ളൂ, പക്ഷേ സബ് കളക്ടറായിട്ട് അവന് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരുടെ പെരുമാറ്റം അഹങ്കാരമായിട്ട് അവരും തോന്നുന്നത്. എനിക്ക് സമയമില്ല, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടി എഴുന്നേറ്റ് പോകുമ്പോൾ സബ് കളക്ടർക്ക് നിരവധി മീറ്റിങ്ങുകളുണ്ടാവും. ഇവനത് മനസ്സിലാവുന്നില്ല. ഇവന് തോന്നുന്നു അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. അവളുടെ കൂട്ടരുടെ കാര്യം പറയാൻ അവളുടെ കൂട്ടത്തിൽപ്പെടാത്ത ഞാൻ ചെന്നിട്ട് എന്നോട് ബഹുമാനം തോന്നാതെ അവൾ മീറ്റിങ്ങിന് പോകാൻ മാത്രം അഹങ്കാരിയാണെന്നാണ്. ഒന്നോർക്കണം. ഇത് നമ്മളുടെ പെർസെപ്ഷൻ്റെ ഒരു പ്രശ്നമാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ഈ നിതിൻ രാജിൻ്റെ ഈ ആപ്പ് എന്ന് പറയുന്നത്, ഇവൻ മരിച്ചു കിടക്കുന്ന അവൻ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കാനുള്ള കാസ്റ്റിൻ്റെ ലോജിക്കാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. അത് ഈ ക്രിമിനലൈസേഷനാണ് ആ സംഭവം. അവനത്ര നല്ല കക്ഷിയൊന്നുമല്ലെന്ന്. പിന്നെ നമ്മൾ പുരോഗമന സമൂഹമായ സ്ഥിതിക്ക് രോഹിത് ആക്ടിൻ്റെ ആവശ്യമില്ലാത്തതാണ്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇത്രയും പുരോഗമനകാരികളായിരിക്കെ ജാതി തടയാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുന്നത് നമുക്ക് അപമാനമാണ്. അതാ അതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് മീഡിയ അത് ചർച്ച ചെയ്യാത്തത്. യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമൊന്നുമില്ലായിരിക്കും, പക്ഷേ നമ്മൾ പുരോഗമനകാരികളാണ്. അവിടെ പിന്നെ ജാതി വിവേചനത്തിനെതിരെ നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പരോക്ഷമായി ജാതി ഇവിടെ ഉണ്ടെന്ന് സമ്മതിക്കലായിരിക്കും. അത് വേണ്ട, അതുകൊണ്ടാണത് ചർച്ച ചെയ്യാത്തത്. നമ്മളാ ഡിമാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന രോഹിത് ആക്ട് നടക്കുക, അതായത് ക്യാമ്പസിനകത്തുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കാനുള്ള പ്രിക്കോഷൻസ് നിയമപരമായി ഉണ്ടാകണമെന്നുള്ളൊരാവശ്യം. കർണാടകയിലത് ക്യാബിനറ്റ് അത് പാസ്സാക്കി കഴിഞ്ഞു. അതിപ്പോൾ ഇനി ചട്ടങ്ങൾ കൂടി നിർമ്മിച്ചാൽ അത് നിയമമായി മാറും. ആ നിയമം പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷെ അവരൊരു നിയമം ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ പ്രധാനമായി കാണേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിലും സമാന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നിയമം ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയത്തിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പം ഈ ഒരു വലിയ രീതിയിലുള്ള ഡിസ്കോഴ്സ്, അതായത് പൊളിറ്റിക്കലായിട്ട് തന്നെ ഡിസ്കോഴ്സ് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ജാനു ചേച്ചീനെ പോലെയുള്ളവർ കാൻഡിഡേറ്റ് ആകണം എന്നുള്ളൊരു ചർച്ച വന്നതും സണ്ണി മാഷ് കാൻഡിഡേറ്റ് ആകും എന്നുള്ള ചർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് വലിയ രീതിയിൽ ദളിത് പൊളിറ്റിക്സ് തന്നെ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് പൊളിറ്റിക്കൽ എൻട്രി ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. ഇപ്പം ഇന്ത്യയിൽ ഒട്ടാകെ നോക്കുകയാണെങ്കിലും മാർജിനലൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ദളിത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്.
അത്തരത്തിലുള്ള ലീഡേഴ്സ് മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ എൻട്രി ഒക്കെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പലരും തന്നെ ഇപ്പം MP-മാരായിട്ടും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ കേരളത്തിൽ അത് മുഖ്യധാരയിലേക്ക് പലപ്പോഴും എവിടെയോ ഒരു ഗ്ലാസ് ടോപ്പ്, ഇൻവിസിബിൾ ഗ്ലാസ് ടോപ്പ് എന്ന് ഞാൻ തന്നെ വിളിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ വിസിബിൾ ആയിട്ടുള്ള ദൃശ്യമായിട്ടുള്ള ഒരു കണ്ണാടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അതിനെക്കുറിച്ച് എന്താണ് മാഷിന് പറയാനുള്ളത്? അല്ല, ഇതിനെ ഈ ദളിതർക്ക് അവസരം കിട്ടുന്നില്ല എന്ന അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. നമ്മുടെ സമൂഹം ഈ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ്. ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ വിഭാഗങ്ങൾ പല തട്ടുകളായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. ചിലയിടങ്ങളിൽ താമസിക്കുന്നവർക്ക് അധികാര ബന്ധങ്ങളില്ലാത്തവരാണ്, അധികാര വ്യവസ്ഥയുമായി കാര്യമായി ബന്ധമില്ലാത്തവരാണ്. ചിലയിടങ്ങളിൽ താമസിക്കുന്നവർ അധികാരം കൈയാളുന്നവരാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സമൂഹം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ സമൂഹം ജനാധിപത്യവൽക്കരിക്കപ്പെടണമെങ്കിൽ എല്ലാവർക്കും പങ്കാളിത്തമുള്ളൊരു കോമൺ സ്പേസായിട്ട്, ഒരു പൊതു ഇടമായി നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട്. അതല്ല ഇപ്പോൾ. ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇടങ്ങളുണ്ട്, അങ്ങോട്ട് ഇവർക്ക് പ്രവേശനമില്ല. അതിലൊന്നാണ് ഈ പറയുന്ന അധികാരമെന്ന് പറയുന്ന കാര്യം. ഈ അധികാര രാഷ്ട്രീയത്തിൽ അവർക്ക് കൂടി സുസമ്മതനായ വ്യക്തികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതല്ലാതെ അവരോട് അഭിപ്രായ വ്യത്യാസം ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയാണെന്ന് അംഗീകരിക്കുന്ന നമുക്കും അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളെ ഇതിലേക്ക് എടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ നമ്മുടേത് ഒരു വലിയ പുരോഗമന സമൂഹമായതുകൊണ്ടും നമ്മളുടെ കാര്യങ്ങളൊക്കെ ഈ സാമ്പത്തിക വർഗത്തിൻ്റെ യുക്തിയിൽ മാത്രം നമ്മൾ കാണുന്നത് കൊണ്ടും നമുക്ക് കാസ്റ്റ് കമ്മ്യൂണിറ്റി, റിലീജിയസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് എന്തോ കുഴപ്പം പിടിച്ചൊരു സംഭവമായിട്ടാണ് പ്രഥമ ദൃഷ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കുഴപ്പം പിടിച്ച കാര്യമൊന്നുമല്ല. നമുക്കൊരു സമൂഹത്തിനകത്ത് റെപ്രസെൻറ്റേഷൻ ആവശ്യപ്പെടാൻ ആർക്കാണ് കഴിയുക? ഞങ്ങളൊരു വിഭാഗമാണ്, ഞങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ വേണം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ പറയരുത് എന്ന് ഡോക്ടർ അംബേദ്കർ വളരെ 1919 തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നത് എന്തുകൊണ്ടങ്ങനെ പറയാൻ പാടില്ല എന്ന്. അതായത് ന്യൂനപക്ഷം എന്നത്, ന്യൂനപക്ഷത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ അംബേദ്കർ ഇത് പറയും. ന്യൂനപക്ഷം എന്നത് ആൾ കുറഞ്ഞ എല്ലാവർക്കും കൊടുക്കേണ്ട പരിരക്ഷയല്ല. ആൾക്കാർ കുറവുണ്ട്, ഞങ്ങളുടെ റിലീജിയസ് കമ്മ്യൂണിറ്റി കുറവാണ്, എണ്ണം കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ന്യൂനപക്ഷ പരിഗണന വേണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനില്ല. മറിച്ച് ആ ന്യൂനപക്ഷം ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റി നിർത്തലുകൾക്കോ വിധേയപ്പെടുന്നുണ്ടോ എന്നതുകൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു കാറ്റഗറിയായിട്ട് അവരെ എടുക്കാൻ പറ്റൂ. അതല്ലാതെ ഞങ്ങൾ എണ്ണത്തിൽ കുറവാണ്, ഞങ്ങൾക്ക് തരണം, അങ്ങനൊരു വാദമില്ല. അത് റെപ്രസെൻറ്റേഷൻ അല്ല. അപ്പം നമ്മൾ ഇവിടെ കാണേണ്ടത് ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ അപകടകരമായൊരു കാര്യമല്ല. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പിക്കുമ്പോഴാണ്. ഈ എല്ലാവരും എന്ന് പറയുന്നത് ഇവിടെ 113 ജാതിയുണ്ട്, 113 പേർക്കും പങ്കാളിത്തം കൊടുത്തേക്ക് എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ കൊടുക്കാനും പറ്റില്ല, കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ ദ്രാവിഡർക്ക്, അവർണർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടതുണ്ടോ? ഈ ചോദ്യം അംബേദ്കർ ചോദിക്കുന്നുണ്ട്. അവർണർക്ക്, നോൺ ബ്രാഹ്മിൺ കാറ്റഗറി, ബ്രാഹ്മണരല്ലാത്ത വിഭാഗം, നോൺ ബ്രാഹ്മിൺ കാറ്റഗറി റെപ്രസെൻറ്റേഷൻ കൊടുക്കണ്ടെന്ന് അംബേദ്കർ പറയുന്നു. ആ കാറ്റഗറി ഒരു ഇമാജിനേഷൻ മാത്രമാണ്. റിയാലിറ്റിയിൽ ആ കാറ്റഗറിയിൽ നിരവധി പാളികളാണുള്ളത്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ റെപ്രസെൻറ്റേഷൻ ആർക്കാണ് അവകാശമെന്ന് തീരുമാനിക്കാൻ പറ്റൂ എന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ ദളിത് റെപ്രസെൻറ്റേഷൻ എന്നത്, ആദിവാസി റെപ്രസെൻറ്റേഷൻ എന്നത് ജസ്റ്റിഫയബിൾ ആകുന്നത് അവിടെയാണ്.
കാരണം അവരുടെ റെപ്രസെൻറ്റേഷൻ താരതമ്യേന കുറവാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. അത് മെറ്റീരിയൽ എവിഡൻസാണ്, നമ്മുടെ മുന്നിലുള്ള എവിഡൻസാണ്. അതുകൊണ്ട് ആ റെപ്രസെൻറ്റേഷൻ നമുക്ക് അംഗീകരിക്കേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നിയമം മൂലം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമല്ല, നിയമം ആവശ്യമുണ്ട്. നമുക്ക് സ്വാഭാവിക സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയിൽ തോന്നേണ്ട ഒരു കാര്യമാണത്. ആദിവാസികൾക്ക് മാന്യമായ ജീവിതവും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ടെന്ന് നമ്മൾ കാണണം. പക്ഷേ നിയമം വേണം. എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ്റെ ബേസിക്കായൊരു പ്രശ്നവും വിശ്വസിക്കാൻ കൊള്ളിയില്ലാത്ത ജന്തുവാണെന്നുള്ളതാണ്. ഗോപാൽ കഴിഞ്ഞ ദിവസം ആർട്സ് കോളേജ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൊരു സെൻട്രൽ പോയിൻ്റ് അതായിരുന്നു. വർഷങ്ങളായി നിലനിൽക്കുന്നൊരു തത്വശാസ്ത്ര ക്വസ്റ്റ്യനാണത്. വാട്ട് ഈസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള ചോദ്യത്തിന് വിശ്വസിക്കാൻ കൊള്ളുന്ന ജന്തുവല്ല മനുഷ്യൻ. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ സ്വഭാവം ഇതായിരിക്കുള്ളെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. 10 കൊല്ലം കഴിയുമ്പോൾ ഇതായിരിക്കാൻ ഒരു വഴിയുമില്ല. അപ്പോൾ പിന്നെ നമ്മളുടെ ഇടപാട് എങ്ങനെ തീരുമാനിക്കും? വിത്ത് ആൻ എഗ്രിമെൻറ്റ്, ഒരു ഉഭയസമ്മത പ്രകാരം നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ നിയമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിയമം വേണം. അപ്പോൾ കേരളത്തിൽ 140 MLA-മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് റിച്വലിസ്റ്റിക്കലി പുറത്തു നിർത്തേണ്ടി വന്ന വിഭാഗങ്ങൾക്ക് 14 പേർക്കോ 16 പേർക്കോ കൊടുക്കേണ്ടി വരും. റിച്വലിസ്റ്റിക്കലി പുറത്തു നിർത്തോടെ ഗുജറാത്തിൽ നിന്നൊരു മുസ്ലിം തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് വർഷങ്ങളായി. UP യിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്തെങ്ങനെ സംഭവിക്കുന്നതെന്നില്ല, മുസ്ലിങ്ങൾ മാത്രം തിരഞ്ഞെടുക്കപ്പെടാത്തതെന്നില്ല. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും? ഒരു ജനാധിപത്യ സമൂഹം എങ്ങനെ പരിഹരിക്കും? എല്ലാവരും അതൊക്കെ അംഗീകരിച്ചിട്ട് വരട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? പറ്റില്ല. നിയമം മൂലം അത് അഷ്യൂർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പുതിയൊരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന CK ജാനുവിനെ UDF എടുക്കുകയും, അപ്പോൾ അത് മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൻ്റെ കൂടി ഭാഗമാണ് എന്ന ഒരു ഇമാജിനേഷൻ കോൺഗ്രസിൻ്റെ ഭാഗമായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായാലും ആരുടെ ഭാഗമായാലും മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ പരിഗണിക്കപ്പെടേണ്ട കാറ്റഗറിയാണ് ദളിതരും ആദിവാസികളും എന്ന ഒരു ഇമാജിനേഷൻ മലയാളി സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊരു ഡെവലപ്മെൻ്റായിട്ട് നമ്മൾ കാണാവൂ. എന്നോട് ആൾക്കാർ പറയും, നിങ്ങൾ കോൺഗ്രസ്സിൽ ചേർന്നില്ല എന്നാണ് ചോദിക്കും. അപ്പോൾ ഞാൻ കോൺഗ്രസ്സൊന്നും ചേർന്നില്ല, കോൺഗ്രസ്സുകാർ ഈ സീറ്റ് തരുമെന്ന് പറഞ്ഞ ഏറ്റവും അവസാനം ഒരു സീറ്റ് തന്നില്ല. എനിക്കതിനകത്ത് യാതൊരു ഖേദവുമില്ല. കാരണം പവർ പൊളിറ്റിക്സാണ്. ഞാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. എനിക്ക് MLA ആകാൻ അങ്ങനെ മോഹിച്ചു പോയി ഒരു സീറ്റ് തരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഖേദമൊന്നുമില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് ആകുന്നതിൻ്റെ കോൺഗ്രസ് ആകുന്നതിൻ്റെ പ്രശ്നമല്ല, ഞാനതാ പറയുന്നത്. ഇത് ദീർഘകാലമായി പൊതു ഇടത്തിൽ നിന്നും റെപ്രസെൻ്റ് ചെയ്യപ്പെടാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ അവകാശം സ്ഥാപിക്കുന്നതിൻ്റെ കാര്യമായിട്ട് നമ്മളതിനെ കാണേണ്ടത്. ഞാനതിനെ അത്രയേ കാണുന്നുള്ളൂ. എനിക്കിപ്പോൾ അതല്ലാതെ അത് വലിയൊരു ഡെവലപ്മെൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പരിഗണന ഈ വിഭാഗത്തിന് കിട്ടും. ഈ വിഭാഗത്തിനൊരു പരിഗണന കിട്ടണമെന്ന് പറയുന്നത് ഇവർക്കെന്തോ ഭയങ്കര ദൗർബല്യമുള്ളതുകൊണ്ടല്ല. നമ്മളത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് അങ്ങനെ ദൗർബല്യമൊന്നുമില്ല. എല്ലാവർക്കും ഉള്ള ദൗർബല്യം ഇപ്പോൾ ദരിദ്രരൊക്കെ കുറച്ച് കൂടുതലാണ്, ഭൂരഹിതരും കുറച്ച് കൂടുതലാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരും കൂടുതലാണ്. അങ്ങനെ സിസ്റ്റത്തിൻ്റെ ഡ്രോപ്പ് ബാക്ക്സ് എന്ന നിലക്ക് കുറേയേറെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടാവും. എന്നാൽ അതല്ല അവരുടെ പ്രശ്നം, അവരതല്ല. നമ്മളങ്ങനെ മനസ്സിലാക്കണം. ഒരു ലളിതമായ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ എനിക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. എന്നെ കാണാൻ ഒരു നേതാവ് വന്നു കാണാനായിട്ട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ല കേട്ടോ, സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്ത പരക്കുക ഈ സമയത്ത്. അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ട് പോയി. അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് ഇതായിരുന്നു, അയാൾ ഭയങ്കര സെറ്റപ്പിലാണല്ലോ ജീവിക്കുന്നതെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? അയാൾ എന്ത് പ്രതീക്ഷിച്ചാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്?
ഒരു ദരിദ്രമായ കുടുംബം പ്രതീക്ഷിച്ചാണ് വരുന്നത്. പുള്ളി വരുമ്പം ഞാൻ കൊള്ളാവുന്നൊരു വീട്ടിലാണ് താമസം. പുള്ളിയുടെ പ്രതീക്ഷകൾ തകിടം മറിയോ, അങ്ങനെയാണ് അയാൾ ഭയങ്കര എന്തോ സംഭവമാണെന്ന് അയാൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു LD ക്ലർക്ക് വെക്കുന്ന വീട്ടിൽ പോലും ഇല്ല എൻ്റെ വീട്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ ആ വീട് നോക്കുമ്പോൾ അതെന്തോ ഒരു അത്ഭുതമായിട്ട് അവന് തോന്നുന്നത്, അവൻ പ്രതീക്ഷിക്കുന്നത് 4 ലക്ഷത്തിൻ്റെ വീടായതുകൊണ്ടാണ്. അപ്പോൾ ദളിതർ മുഴുവൻ ദരിദ്രരാണെന്നോ ദളിതർ മുഴുവൻ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്നുള്ളത് തെറ്റായ സങ്കല്പമാണ്. അങ്ങനല്ല. അപ്പോൾ ഈ ഇമാജിനേഷനെ തകിടം മറിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇവരെക്കുറിച്ചുള്ള നരേഷനെ മാറ്റിയെടുത്തുകൊണ്ട്. അട്ടപ്പാടിയിൽ നിന്ന് വിജയത്തിൻ്റെ കഥ നിങ്ങൾ നാളിതുവരെ വായിച്ചിട്ടുള്ളൂ. പാലക്കാടുകാരല്ലേ, ആദിവാസി വിജയത്തിൻ്റെ ഏതെങ്കിലും ഒരു കഥ മെയിൻ സ്ട്രീമിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാധ്യത കുറവാണ്. ഇനി അഥവാ കേട്ടിട്ടുണ്ട്, എന്തോ അത്ഭുതം സംഭവിച്ചു എന്നുള്ള നിലക്ക, നോർമലായിട്ടല്ല. ഒരു ഡോക്ടർ ഉണ്ടാവുക, രജിസ്കാരി ഉണ്ടാവുക, അതൊക്കെ എന്തോ നോർമലായ എന്തോ കാര്യം സംഭവിച്ച പോലെ. ഞാൻ ആദ്യം പറയും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് നോർമൽ. അത് നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് റെപ്രസെൻറ്റേഷൻ ഒരു ക്രൈമായിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മളുടെ സൊസൈറ്റി കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടാൻ നല്ലതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. സ്ത്രീകളുള്ള ഒരു സദസ്സിൽ സ്ത്രീകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതും സ്ത്രീകളില്ലാത്ത സദസ്സിൽ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് 2 ഭാഷയുണ്ട്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്നവരാരോ ഭാഷ പ്രയോഗിക്കുന്നവരായിക്കൊള്ളുന്നില്ല, പക്ഷേ കേരളത്തിലുള്ളത്. ദളിതരുള്ള സ്ഥലത്തും ദളിതരില്ലാത്ത സ്ഥലത്തും 2 തരത്തിലാണ് വർത്തമാനം പറയും. ഇത് പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ദളിതരും സ്ത്രീകളും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്നാലേ ഇതിനെ നമുക്ക് നോർമലൈസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. മോഡറേറ്റർ എന്നുള്ള രീതിയിൽ അവസാനത്തെ ഒരു ചോദ്യം എന്നുള്ളത്, അതിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ ഭൂരിഭാഗ ഉത്തരങ്ങളും മാഷ് പറഞ്ഞു. എങ്ങനെയാണ് ഈ പറയുന്ന കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ സമകാലീനമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള നവകേരളം എന്നുള്ള ഇടത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള എക്സ്ക്ലൂഷൻ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഇപ്പം സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്കിലാണ് പലപ്പോഴും ഈ പറയുന്ന നമ്മുടെ ഭാവനയിലുള്ള ദളിത്, ആദിവാസി അല്ലെങ്കിൽ മറ്റ് മാർജിനലൈസ്ഡ് പോപ്പുലേഷൻ അങ്ങനെ ആവുന്നത് നമ്മൾ മനസ്സിലാക്കി. അപ്പം അതിലേക്ക് ഇപ്പം പുതിയ സർക്കാരൊക്കെ രൂപീകരിക്കപ്പെട്ടു, അവരുടെ വർക്ക്സൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയായിരിക്കണം ഈ നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിനെ ഇൻക്ലൂഷൻ്റെ ഭാഷയിൽ, ഉൾച്ചേർക്കുന്നതിൻ്റെ ഭാഷയിൽ റീറൈറ്റ് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ റീഡ്രോ ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ നവകേരളം എന്നുള്ളത് എങ്ങനെയാണ് റീറൈറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതെന്നാണ് മാഷ് ചിന്തിക്കുന്നത്. കേരളത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം സംഭവിക്കുകയും അത് മറ്റൊന്നാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തൊരു സമൂഹമാണ് നമ്മുടേത്. കേരളത്തിലൊരു ഭൂപരിഷ്കരണം എന്ന പേരിട്ട ഒരു ഭൂവിതരണ പരിപാടി നടന്നിരുന്നു. അത് നടക്കേണ്ടത് തന്നെ. അത് ഒഴിവാക്കാൻ പറ്റില്ല ഒരു സമൂഹത്തിന്. പാട്ടക്കാർക്ക് ഭൂമി കൊടുക്കുക എന്നുള്ളത് ഒഴിവാക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ അതിനൊരു സമ്പൂർണ്ണ കാർഷിക വിപ്ലവമായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചെടുത്തു. അവിടെയാണ് നമ്മൾ തെന്നി വീണത്. തെറ്റായ പല പ്രമിസും ഉണ്ടായി വന്നത്. കേരളത്തിൽ ദീർഘകാലമായി ജന്മിയുടെ കയ്യിൽ നിന്നും ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയും എപ്പോൾ വേണമെങ്കിലും ജന്മിക്ക് തോന്നുന്ന സമയത്ത് അവൻ്റെ ഈ പാട്ട അവകാശം റദ്ദ് ചെയ്യുവാനും അവനെ അവിടെ നിന്ന് പുറന്തള്ളുവാനും ജന്മിക്ക് അവകാശമുണ്ടായിരുന്ന ഒരു നാട്ടിൽ ജന്മിയിൽ നിന്ന് പാട്ടത്തിന് ഭൂമി എടുത്തവർക്ക് 5 സ്റ്റാൻഡേർഡ് ഏക്കർ മുതൽ 20 ഏക്കർ വരെ കൈവശം വെക്കാൻ കഴിയുന്ന വിധമുള്ളൊരു നിയമനിർമ്മാണം നടന്നു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത് നടക്കേണ്ടതുമാണ്. പക്ഷേ അതിനെ നമ്മൾ സമ്പൂർണ്ണ കാർഷിക വിപ്ലവമായിട്ട് വ്യാഖ്യാനിച്ചതാണ് അപകടത്തിലായത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പാട്ടക്കുടിയാനും വാരക്കുടിയാനുമാണ് ഭൂമി നൽകിയ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുകയും പാട്ടക്കുടിയാനും വാരക്കുടിയാനുമല്ലാതെ ഭൂമിയിൽ പണിയെടുത്തിരുന്ന അടിമ സമാനമായി പണിയെടുക്കേണ്ടി വന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ടെന്നും അവർക്ക് കൂടി കൃഷിഭൂമി കൊടുക്കേണ്ട കാര്യമുണ്ടെന്നും നമുക്ക് മനസ്സിലായില്ല.
നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് 5 സെൻറ്റ് കൊടുത്താൽ മതി, 10 സെൻറ്റ് കൊടുത്ത് അവർക്ക് കുടികിടക്കപ്പ് അവകാശത്തിൽ ഉറപ്പിച്ചു. അവരോട് നമ്മൾ പറഞ്ഞു, നിങ്ങളെ ഈ പറയുന്ന ലാൻഡ് ലോഡ് എപ്പോൾ വേണേലും വന്ന് ഇറക്കി വിടുമായിരുന്നു, ഇനി മുതൽ ഇറക്കി വിടുകയല്ലോ. തീർച്ചയായും അത് മഹാഭാഗ്യമായി കണ്ട ഒരു ജനത ഇവിടെ ഉണ്ടായി. അത് നിർത്താവുന്നൊരു കാര്യമായിരുന്നില്ല. ഭൂമിയുടെ വിതരണം സ്റ്റോപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നില്ല. അത് തുടക്കമായിരുന്നുവെന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ 57-ൽ ഗൗരിയമ്മ അവതരിപ്പിച്ച കാർഷിക ബന്ധ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് മിച്ച ഭൂമി സമാഹരിച്ച് വിതരണം ചെയ്യുവാനും തോട്ടം ഭൂമിയിൽ അധികമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്യാനും മലയാളി ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കേരളം മറ്റൊന്നായി മാറുക. പക്ഷേ നമ്മൾ വേറെ കഥയുണ്ടാക്കി കഥയ്ക്ക് അതിജീവിക്കുകയും ഇവിടുത്തെ ഭൂമി പ്രശ്നം പരിഹരിച്ചെന്നാണ്. തോമസ് ഐസക്കിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ അതാണ്. ഇനി എന്തെന്നാണ് ചോദിക്കുന്നത്. കാർഷിക പരിഷ്കരണം ഓൾറെഡി നടന്നല്ലോ, ഇനി എന്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇടപെടുന്നില്ല എന്ന ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഞങ്ങൾ കാർഷിക ഈ പറയുന്ന ഭൂപരിഷ്കരണത്തെ വിമർശിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ്. വിമർശിക്കാൻ കാരണമുണ്ട്, ന്യായമായ കാരണങ്ങളാണ് പറയുന്നത്. അത് ഇടതുപക്ഷത്തോടുള്ള വിരോധമായിട്ടും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിരോധമായിട്ടും അതിനേക്കാൾ പ്രത്യേകിച്ച് CPM-നോടുള്ള വിരോധമായിട്ടുള്ള അപസർപ്പക കഥകളാണ് നിർമ്മിക്കപ്പെടുന്നത്. നമ്മൾ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ തുടരേണ്ട ഒരു പ്രക്രിയയായിരുന്നു, തുടർന്നില്ല. അതുകൊണ്ട് എന്തായി? ഒരു ഉദാഹരണം പറയാം. കാർഷിക ഭൂപരിഷ്കരണം നടന്നു 1970 ജനുവരി 1 നടപ്പിലാക്കി. അതിലൂടെ 10 ഏക്കർ കിട്ടിയ ഒരു കുടുംബം 10 ഏക്കർ കിട്ടിയൊരു കുടുംബം, ആ കുടുംബത്തോട് സ്റ്റേറ്റ് പറയുന്ന എന്താണ്? നിനക്ക് 10 ഏക്കർ ഭൂമി തന്നിട്ടുണ്ട്, നിന്നെ ഒരു ജന്മിയും വന്ന് ഇനി ഇറക്കി വിടാൻ പോകുന്നില്ല. ആ ഭൂമിയിൽ പണിയെടുത്തോ കൃഷി ചെയ്തോ പണയപ്പെടുത്തിയോ തിരിച്ചെടുത്തോ ഒക്കെ നിൻ്റെ ജീവിതം നീ സുരക്ഷിതമാക്കിക്കോണം എന്നാണ് ഈ ഭൂവിതരണത്തിൻ്റെ അർത്ഥം. അതേസമയം അറ്റ് ദ സെയിം ടൈം someone got 5 സെൻറ്റ് ഉള്ളി, വേറൊരാൾക്ക് 5 സെൻറ്റേ കിട്ടുന്നുള്ളൂ. അയാളോട് ഗവൺമെൻറ് എന്തായിരിക്കും പറയുന്നത്? നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത്, നീ അവിടെ വീട് വെച്ച് മറ്റുള്ളവൻ്റെ ഭൂമി പോയി പണിയെടുത്തോളെന്നാണ് പറയും. ആ സംഭവം അങ്ങനെ കർഷക തൊഴിലാളികൾ, കാർഷിക വിപ്ലവം നടക്കാതെ തന്നെ കർഷക തൊഴിലാളികൾ എന്ന് പറയുന്ന പുതിയൊരു വർഗം കേരളത്തിൽ ഉണ്ടാക്കി വരുവാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കർഷക തൊഴിലാളികൾ എന്നാൽ അർത്ഥം, തൊഴിലാളിയുടെ അർത്ഥം എന്താണ്? ഉൽപ്പാദന ഉപകരണങ്ങളിൽ, ഉൽപ്പാദന ഉപാധികളിൽ അവകാശമില്ലാത്ത വിഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം. തൊഴിലാളി, കർഷക തൊഴിലാളി എന്ന് പറയുമ്പോൾ ഭൂമിയുടെ മേലെ ഒരു അവകാശമില്ല, അത് നിയമപരമായി ഉറപ്പിക്കപ്പെടുക. അപ്പോൾ യഥാർത്ഥത്തിൽ അവരെയും ഭൂവുടമകളാക്കേണ്ടതിന് പകരം അവരെ പുറന്തള്ളിയൊരു നടപടിയായിട്ടാണ് അത് ചരിത്രത്തിൽ രേഖപ്പെട്ടിരിക്കുന്നത്. ഇതാണ് കാർഷിക വിപ്ലവത്തിൻ്റെ ഒരു പരിമിതിയായിട്ട്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരാജയമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. അതുകൊണ്ട് കേരളം ഈ പുതിയ ഗവൺമെൻറ് വരുന്നു, VD സതീശൻ്റെ ഗവൺമെൻറ് ഇതൊക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലല്ല ഞാനിത് പറയുന്നത് കേട്ടോ. ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടി ഞാൻ ഏറ്റെടുത്തിട്ടുമില്ല, അതെന്തോരെന്ന് പറയേ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ നടന്നപ്പോൾ ഇങ്ങനെ ഒരു വാഗ്ദാനവും നിരാശമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതിൻ്റെ ഭാഗമാണെന്നൊക്കെ ആൾക്കാർ. അവർ വല്ലതും നല്ല കാര്യം ചെയ്താലും നല്ല കാര്യം എന്ന് പറയും, ചീത്തക്കാര്യം ചെയ്ത് ഇതുവരെ സമരം ചെയ്യുക എന്നുള്ള വേറെ വഴിയൊന്നും നമ്മുടെ മുന്നിലില്ല. ഇതിനകത്തുള്ളൊരു പ്രധാന സംഗതി, കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ ഭൂവിതരണ പദ്ധതി പുനരാവിഷ്കരിക്കപ്പെടണം. ഇത് ദളിതർക്കും ആദിവാസികൾക്കും ഭൂമി കിട്ടുന്നതിൻ്റെ കാര്യം മാത്രമല്ല നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. കേരളത്തിൻ്റെ കാർഷിക മേഖല തകർന്നു പോയതിൽ ഈ ഭൂപരിഷ്കരണത്തിനൊരു പങ്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഭൂവിതരണത്തിനൊരു പങ്കുണ്ട്. ഈ ഭൂമി മണ്ണിൽ പണിയെടുക്കുന്ന, നേരിട്ട് പണിയെടുക്കുന്ന വിഭാഗങ്ങളിലേക്കല്ല എത്തിയത് എന്നതുകൊണ്ട് ഭൂമിയുടെ വിനിയോഗം ആദ്യത്തെ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മാറിപ്പോകുന്നുണ്ട്. മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രവണത കേരളത്തിൽ രൂപപ്പെട്ടത് ആബ്സെൻ്റി ലോഡ്ഷിപ്പായി. എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്ത ഭൂപ്രദേശങ്ങൾ തരിശിടുന്നതായിട്ടാണ് ആദ്യം കേരളത്തിലത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഭൂമിയുടെ വിതരണം നടന്ന സ്ഥിതിക്ക് മെക്കനൈസേഷന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കർഷക തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന കാരണത്താൽ തടയപ്പെട്ടുകൂടെ. അതിനുശേഷം ഭൂമി വ്യാപകമായി തരിച്ചിട്ടു. ഭൂമി പണയം വെച്ച് പൈസ എടുത്ത് ആ പണം കൊണ്ട് പുതിയ ജീവിതം കെട്ടിപ്പടുത്തൊരു വിഭാഗമായി മധ്യവർഗങ്ങൾ മാറുന്നതോടെ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്ന പുതിയ പ്രവണതയിലേക്ക് കേരളം പ്രവേശിച്ചു. ഇതാണ് ഭൂമി ഉടമസ്ഥതയിൽ സംബന്ധിച്ച പരിണാമമെന്ന് നമ്മൾ കാണുന്നില്ല. അത് പരിഹരിച്ചു, ആൾക്കാർക്ക് ഭൂമി കൊടുത്തു എന്നൊക്കെയുള്ള ഇല്ല കഥകളാണ് നമ്മൾ പറഞ്ഞു പരത്തുന്നത്. യഥാർത്ഥ കേരളത്തിൽ വിതരണം ചെയ്യപ്പെട്ടത് ഈ ഇടനാട്ടിലെ കുറേ ഭൂമിയാണ്. തീരപ്രദേശത്ത് ഭൂമിയില്ല വിതരണം ചെയ്യാനായിട്ട്. ഇടനാട്ടിലെ കുറച്ച് ഭൂമിയാണ് വിതരണം ചെയ്തത്. മലനാട്ടിലെ എസ്റ്റേറ്റുകൾ ഈ ഭൂപരിഷ്കരണത്തിന് വെളിയിലായിരുന്നു. അത് വ്യവസായമായി പരിഗണിച്ചുകൊണ്ട് അത് ഒഴിവാക്കിയിരുന്നു. ഈ ഇടനാട്ടിൽ സംഭവിച്ചൊരു കാര്യം, നമ്മൾ വീട് വെച്ച് താമസിക്കുന്ന കുറച്ച് ഇടങ്ങൾ ഒഴികെ ബാക്കിയുള്ള വിശാലമായ കൃഷിയിടങ്ങളിൽ സംഭവിച്ച പ്രധാനപ്പെട്ട പരിണാമം എന്ന് പറയുന്നത്, ഒന്ന് ആബ്സെൻ്റി ലോഡ്ഷിപ്പായി അത് കുറച്ച് നാൾ കിടന്നു. ഇപ്പോഴും കിടക്കുന്ന ഭൂമിയുണ്ട്, അങ്ങനെ വെറുതെ കിടക്കുന്ന. പിന്നെ അത് കൃഷി ചെയ്യുന്നത് പാട്ടകൃഷിയാണ്. ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് പുതിയ പാട്ട സമ്പ്രദായം രൂപപ്പെട്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. നമ്മളത് പരിഗണിക്കുമ്പോഴാണ് നമ്മളുടെ കാർഷിക മേഖല ഒരു തകർച്ചയെ നേരിടുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ബുദ്ധിജീവികൾ പറയും. എന്താണ് ഈ തകർച്ചയുടെ കാതൽ എന്ന് നമ്മൾ അറിയണം. ഇവിടെയാണ് ഭൂമിയുടെ ഒരു പുനർവിതരണം ആവശ്യമുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അത് മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് ആയിരിക്കണം ആ ഭൂമി കിട്ടേണ്ടത്. അതിൽ മിനിമം മെക്കനൈസേഷൻ നടപ്പിലാക്കിയിരിക്കണം. അവിടെ പുതിയ കൃഷി സമ്പ്രദായം നടപ്പിലാക്കണം. അതിനാവശ്യമായ അസിസ്റ്റൻസ് ഗവൺമെൻറ് നടത്തണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ കേരളത്തിലെ ആഭ്യന്തര വരുമാനം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ കിട്ടുകയും 10,000 കുടുംബങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. ഇതാണ് ഭൂമി പുനർവിതരണം ചെയ്യണമെന്നുള്ള ദളിതാദിവാസി ഡിമാൻഡിൻ്റെ പിന്നിലുള്ള യുക്തി. അതല്ലാതെ അവർക്കും കൂടി കുറച്ച് ഭൂമി വേണമെന്ന് പറയുന്ന കാര്യമേ അല്ലത്. ഇതിങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇത് നടപ്പിലാക്കണമെന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമായി മാറും. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ദളിതരോ ആദിവാസികളോ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് അവരുടെ എന്തോ ഒരു കാര്യമായിട്ടാണ് നമ്മൾ എടുക്കാറുള്ളൂ. ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അത് അവരുടെ എന്തോ കാര്യമാണ്. ഞാനൊക്കെ ജാതിയെക്കുറിച്ചൊക്കെ ആദ്യകാലത്ത് സംസാരിക്കുമ്പോൾ ആൾക്കാർ വ്യാപകമായിട്ട് ഇരുന്ന് ഉറങ്ങുമായിരുന്നു ഈ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പം എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, പുള്ളിയെ ബാധിക്കുന്ന കാര്യമില്ലെന്ന് പുള്ളിക്ക് ഉറപ്പുള്ള കാരണം പുള്ളി അങ്ങ് ഉറങ്ങുമോ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഭൂമിയുടെ ഒരു പുനർവിതരണം എന്നത് കേവലമായി ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കലല്ലത്. അത് കാർഷിക മേഖലയുടെ ഒരു പുനരുജ്ജീവനവും 10,000 കുടുംബങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കലും നമ്മളുടെ തന്നെ കാർഷിക മേഖലയുടെ പുതിയൊരു കുതിപ്പും ഒക്കെ ആയിട്ടത് മാറുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ മാത്രമേ കേരളത്തെ യഥാർത്ഥത്തിൽ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഈ പറഞ്ഞ അദാനിയുടെ പൈസ മേടിച്ച് കേരളത്തെ രക്ഷിക്കുക എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ്. വിദേശ പണം വേണ്ടി വരും. കാരണം അത്രയും ഇൻ്റർഡിപ്പെൻഡൻ്റാണ് ലോകം. അതുകൊണ്ട് വിദേശ മൂലധനം വേണ്ടെന്ന് ഈ പഴയ നക്സലൈറ്റുകളൊക്കെ പറഞ്ഞു കിടക്കുന്നവരൊന്നും പറഞ്ഞു നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. വിദേശ മൂലധനം ആവശ്യമുണ്ട് നമുക്ക്. പക്ഷേ ആ മൂലധനം ഇറക്കുമ്പോൾ, മൂലധനം ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കൊണ്ടുവരുമല്ല, നമ്മൾ അവിടെ ചെന്ന് അവനെ വിളിച്ചോണ്ട് വരിക. ഇപ്പോഴത്തെ രീതി അതാ. അമേരിക്കയിൽ ചെന്ന് ഇവിടെ പൈസ മുടക്കാൻ തയ്യാറുള്ളവരെ വിളിച്ചു കൂട്ടി അവരെ ചുമന്ന് ഇവിടെ കൊണ്ടുവരിക.
അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ വരൂടെ. ഇനി വിളിച്ചുകൊണ്ട് വന്നാലും കുഴപ്പമില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉറപ്പാക്കണം. അത് കേരളത്തിന് അനുയോജ്യമായിരിക്കണം. അത് അല്ല, കേരളത്തിന് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും അവന് യൂസ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുക. വിഴിഞ്ഞം പദ്ധതി പോലെയൊക്കെ ഇത് എന്ന് ലാഭത്തിലാകാനാണാവോ? 10 കൊല്ലം കഴിയുമ്പോൾ 20 കൊല്ലം കഴിയുമ്പോൾ 1% ലാഭം, ലാഭത്തിൽ 1%, 25 കൊല്ലം കഴിയുമ്പോൾ 2%. ഈ 30-50 കൊല്ലമൊക്കെ ആകുമ്പോൾ ഇത് കാണുമെന്ന് തന്നെ ആർക്കറിയാം. അപ്പം ഇങ്ങനെയൊക്കെ അതിവിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. മറിച്ച് കേരളത്തിൻ്റെ ആഭ്യന്തര സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന പദ്ധതികളെ നമുക്കില്ല. അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച മട്ട. ഞാൻ കുട്ടനാടുകാരനാണ്. കുട്ടനാട്ടിൽ നെല്ല് വിളഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ആളില്ല. വർഷങ്ങളായിട്ട് ആവർത്തിക്കുന്നൊരു കഥയത്. പാലക്കാട് ഒരുപക്ഷെ ആ സംഗതി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എടുക്കാനുള്ള ഇതെന്ത് എല്ലാ വർഷവും ഇത് ആവർത്തിക്കുന്നത്? ഓണം വരുന്ന പോലെയാണ്. എല്ലാ വർഷവും അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതാരാ ഇത് ഈ നെല്ലൊക്കെ എടുക്കുന്നത്? ഈ നെല്ല് വരമ്പേ മാസങ്ങളോളം കിടക്കുമ്പോൾ പുറത്ത് കടയിൽ പോയി 1 കിലോ അരി മേടിച്ചാൽ 60 രൂപ കൊടുക്കണമെന്ന് ഓർക്കണം. അത്രയും മൂല്യമുള്ള സാധനമാണ്. വരമ്പേ വെറുതെ കിടക്കുക, എടുക്കാൻ ആളില്ലെന്നാണ് പറയുന്നത്. സർക്കാരിനോട് സർക്കാർ കൈമലത്തോ? ഇവിടെ എന്നാണ് നടക്കുന്നത്? കൃഷി വകുപ്പ് ഒരു തീരുമാനം എടുത്താൽ നിസ്സാരമായി പരിഹരിക്കാവുന്നൊരു കാര്യം ഇതെന്തിനിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? ഇവർക്കൊക്കെ എന്നാ ജോലി ഈ ഭരണാധികാരികൾക്ക്? അപ്പം ഞാൻ പറയുന്നത് അസാധ്യമായ കാര്യമൊന്നും അല്ലത്, സാധ്യമായ കാര്യങ്ങളാണ്. കേരളത്തിൽ വ്യവസായങ്ങളൊക്കെ നടത്തി, വമ്പൻ വ്യവസായങ്ങൾ, അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ കൃഷി എന്നത് കേരളത്തിന് സാധ്യമായൊരു കാര്യമാണ്. ചെറുകിട വ്യവസായങ്ങളും ചെറുകിട ജലസേചന പദ്ധതികളും ചെറുകിട വൈദ്യുത പദ്ധതികളും ഒക്കെ കേരളത്തിന് അനുയോജ്യമായ സംഭവമാണ്. കാറ്റ്, അട്ടപ്പാടിയിലെ ഭൂമി തട്ടിയെടുക്കാനായിട്ടുള്ള കാറ്റിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, കാറ്റാടിയെക്കുറിച്ചല്ല പറഞ്ഞത്. കാറ്റ് ഉപയോഗിക്കാവുന്ന നമ്മളുടെ ഒരു എനർജിക്കായി ഉപയോഗിക്കാവുന്ന ഒരു റിസോഴ്സാണ്. ഇങ്ങനെ ഇന്നൊവേറ്റീവായിട്ടൊന്നും കാണുന്നില്ല. എന്നിട്ട് ഈ പറയുന്ന വൻകിട മൂലധനം ഇറക്കി കേരളത്തെ വലിയ വികസനം നടക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയും പൊതുജനങ്ങൾ പുറത്ത് നിൽക്കുകയും, നമ്മളതൊന്ന് ആലോചിച്ചപ്പോൾ കേരളയിൽ വരുന്നു എന്ന് പറഞ്ഞ് കുറ്റിയടിക്കുന്നു. അത് പിന്നെ ആരും ലോൺ തരുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, മൊത്തം പ്രശ്നമാണ്. പുതിയൊരു ഗവൺമെൻറ് വരുന്നു, കുറ്റികളെ ഊരിക്കൊള്ളാൻ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയൊരു ഗവൺമെൻറ് വന്നിട്ട് കുറ്റിയെല്ലാം ഊരിക്കൊള്ളാൻ പറയാം. ആ കുറ്റിയുടെ പേരിൽ 5-8 കൊല്ലമായിട്ട് കണ്ണീര് കുടിച്ച കുടുംബങ്ങളോ? ഞാനിവിടെ നിറങ്ങിപ്പോയാൽ എവിടെ പോകുമെന്ന് വിചാരിച്ച് രാത്രി ഉറക്കമില്ലാതെ 8 കൊല്ലം ജീവിച്ച കുടുംബത്തിൻ്റെ കണ്ണുനീരിന് ആര് സമാധാനം പറയുന്നേ? അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ വേറെ ഏതൊരു മിഥ്യാലോകത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ കാണുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ നവകേരള സൃഷ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അദാനിയുടെ പണം കൊണ്ട് കേരളത്തെ സൃഷ്ടിക്കുന്ന പരിപാടിയെക്കുറിച്ചല്ല നമ്മൾ പറയേണ്ടത്. കേരളത്തിൻ്റെ ആഭ്യന്തരമായ ശാക്തീകരണത്തെക്കുറിച്ച് വേണം നമ്മൾ യഥാർത്ഥത്തിലൊരു പദ്ധതി ഉണ്ടാക്കാൻ. ആ പദ്ധതി ഉണ്ടാക്കിയാൽ നമുക്കിത് സാധ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ നാട് വിട്ടു പോകുന്നു. കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നുണ്ട് അവർ നാട് വിട്ടു പോകും. അത് ആരാണേലും പോകുമല്ലോ. ലോട്ടറിക്ക് വലിയ വിൽപ്പന ഉണ്ടാവും. നോർമലി ജീവിച്ചാൽ ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല, പിന്നെ എന്നാ ഭാഗ്യം പരീക്ഷിക്കാമെന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ മലയാളികൾ മുഴുവൻ ഇത്രയും ലോട്ടറി എടുക്കുന്നത്. പിന്നെ വെള്ളോടി കൂടുന്നു, മദ്യപാനം, മറ്റേ ലഹരി പദാർത്ഥങ്ങളുടെ ഇത് കൂടുന്നു. ജീവിതത്തിൽ അങ്ങനെ പ്രതീക്ഷയൊന്നും ഇല്ലെന്നേ. അപ്പോൾ പിന്നെ വെള്ളമടിക്കുക, രാസലഹരി ഉപയോഗിക്കുക, ലോട്ടറി എടുക്കുക, അടിച്ചാൽ ഭാഗ്യം എന്ന് വിചാരിക്കുക ഒരു കക്ഷിക്ക്. ഇതൊക്കെ നമ്മളൊരു റിച്വലിസ്റ്റിക് സമൂഹമായതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. ഭാഗ്യമാണ് നമ്മളുടെ എല്ലാം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. റിച്വലിസ്റ്റിക് സമൂഹമായതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്മ അമ്പലത്തിലോ ഏതോ പള്ളിയിലോ പോവുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, അമ്മ എവിടെ പോവാന്ന് ചോദിച്ചു. അതായത് എൻ്റെ വീട് ലോൺ കിട്ടി, അപ്പം അതിന് ഞാനത് കിട്ടുവാണെങ്കിൽ അവിടെ പള്ളിയിലോ അമ്പലത്തിലോ എങ്ങാണ്ട് ചെന്നേക്കാമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാൻ പോകാമല്ലോ. അപ്പോൾ ഈ ചോദ്യകർത്താവ് സ്വാഭാവികമായിട്ട് ചോദിച്ചു, ലോൺ തന്നത് ഗവൺമെൻറ് അല്ലേ? അല്ല, ഗവൺമെൻറ് തരാനത് തോന്നിയത് ദേവി ഉള്ളത് കൊണ്ടാണെന്നാണ്. മനസ്സിലായില്ലേ?
ഇത്രയും ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള റിച്വൽസ് തലയിലുള്ളൊരു സമൂഹമാണ് നമ്മുടെ. ഗവൺമെൻറ് അത് തോന്നിയതേ കുറങ്ങാട് പള്ളി മറ്റേ കക്ഷി ഇരിക്കുന്നതുകൊണ്ടാണ്, അല്ലെ വൈക്കത്തപ്പനുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നവരാ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നവരൊക്കെ. അപ്പോൾ അവർക്ക് എന്ത് കിട്ടിയാലും അവിടെ ആദ്യം പോവും. അപ്പോൾ അത്തരം ഒരു സമൂഹത്തിനകത്താണ് ഈ പറയുന്ന സ്വപ്നലോകത്ത് ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി സമീപിച്ചാൽ ഒരു നവകേരള സൃഷ്ടി അസാധ്യമായ കാര്യമൊന്നുമല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. മൂലധനം, കേരളത്തിൽ മൂലധനം ഇല്ലായ്കയൊന്നുമില്ല. കേരളത്തിൽ മൂലധനം മുടക്കിയാൽ അത് വിജയിക്കാൻ കഴിയുമോ എന്ന ഒരു സൗഹൃദ അന്തരീക്ഷവും ഗവൺമെൻറ് ഗ്യാരണ്ടിയുമാണ് ഇല്ലാത്തത്. ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചാൽ ഇത് സാധ്യമാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നവകേരള സൃഷ്ടി എന്നൊക്കെ വലിയ ബാനർ കെട്ടാതെ അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മലയാളികളുടെ സ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്. പക്ഷെ ഇവിടെ അത് ഉപയോഗിക്കില്ല. ഇവിടെ ഉപയോഗിക്കാതിരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നവനിവിടെ പച്ച പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗൾഫിലാണെങ്കിൽ പോലും പച്ച പിടിക്കാം, ഇവിടെ പക്ഷേ ബുദ്ധിമുട്ട്. രണ്ടാമത് ഗൾഫിൽ ചെന്നാൽ അവൻ എന്ത് ജോലിയും ചെയ്യും, സ്വന്തം നാട്ടിൽ അത് ചെയ്യാൻ പറ്റിയില്ല. അതിനൊരു കാശേ ഉള്ളൂ. എന്താണെന്ന് ഞാൻ പറയാമെന്ന് നിങ്ങൾക്കറിയാം, പറ്റത്തില്ല, അത്രയുള്ളൂ. അവിടെ ചെന്ന് എന്ത് ജോലിയും ചെയ്യും, ഇവിടെ പക്ഷേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ അകപ്പെട്ടൊരു സമൂഹമാണ്. ഞാൻ എൻ്റെയൊക്കെ ഒരു ആർഗ്യുമെൻറ്റ്, കേരളത്തിലെ ഭൂവിതരണം ഇനിയും തുടരേണ്ട ഒരു കാര്യമാണ്. തുടരുകയും അതിന് കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്താൽ, അപ്പോൾ ഇതിനൊരു ഉൾക്കൊള്ളൽ രാഷ്ട്രീയമുണ്ടായിരിക്കണം. ഉൾക്കൊള്ളൽ രാഷ്ട്രീയമുണ്ടായിരിക്കണം. ഇൻക്ലൂസീവ് മെക്കാനിസം അതിനുണ്ടാവണം. ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ട്രാക്ടർ കത്തിച്ച സ്ഥലമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ പറമ്പിൽ കുറച്ച് മണ്ണ് ഇട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ വലിയ ഒരു വണ്ടി വന്ന്, ഒരു ലോഡ് വണ്ടി, ഒരു 4-5 ലോറിയിലുള്ള വണ്ടി മണ്ണ് കൊണ്ടുവന്ന് ഇറക്കും. ഒറ്റ ലോറിയിൽ, ടോറസ് പോലെയുള്ള വലിയൊരു ലോറി. അതിങ്ങനെ വരുന്നു, അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങിപ്പോകുന്നു, മണ്ണ് താഴത്തേക്ക് വീഴുന്നു, വണ്ടി പോകുന്നു. ഉടനെ അവിടെ JCB അപ്പുറത്ത് കിടപ്പുണ്ട്. JCB വരുന്നു, ആ മണ്ണ് നിരത്തി റെഡിയാക്കുമ്പോൾ അടുത്ത ലോഡ് വരുന്നു, അത് വീണ്ടും ഇടുന്നു. നമ്മൾ ഈ 60കളിൽ ജനിച്ച ഒരാളായതുകൊണ്ട് ഞാൻ ആലോചിച്ചൊരു കാര്യം, ഇത്രയും മണ്ണ് യഥാർത്ഥത്തിൽ ആ പറമ്പിൽ നികത്തണമെങ്കിൽ എത്ര ഭീകരമായ കഠിനാധ്വാനം മനുഷ്യന് ആവശ്യമുണ്ട്. അപ്പോൾ അത് മെഷീൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ അവൻ്റെ പണി നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അതിന് ഈ മെഷീൻ വേണ്ടെന്നല്ല പറയേണ്ടത്, അവന് വേറെ വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്. അതായത് പാലം പണിയണ്ട, കടത്തുകാരന് പണി നഷ്ടപ്പെടും, അതുകൊണ്ട് പാലം പണിയണ്ട നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. കടത്തുകാരനെ സേവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ നിലക്കുള്ള യുക്തിയായിരിക്കണം ഇതിനകത്തുള്ള. പുറന്തള്ളപ്പെടുന്നവരുടെ റീഹാബിലിറ്റേഷൻ എന്നത് പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ നിലക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയാലും, ആഭ്യന്തര വരുമാനം സമാഹരിക്കലായാലും, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനമായാലും, ഇതൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് മാത്രമേ ദളിതരുടെയും ആദിവാസികളുടെയും പ്രശ്നം പോലും കേരളത്തിൽ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ.